ഇതാണ് ഫാൻറ്റം റോക്ക്. ഇതാ അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇന്നലെ നമ്മളവിടെ കാറൊക്കെ കണ്ടില്ലേ. കാശുണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറണേന്, സ്വകാര്യ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞാൻ ഈ പരിസരവാസി ആയതുകൊണ്ടും പിന്നെ അവിടെ നിൽക്കണവർ എന്നെ അറിയണ കൊണ്ടും കാശ് മേടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിയൊക്കെ ഇറങ്ങി വേണ്ട കണ്ട. കണ്ട അങ്ങോട്ടുള്ള താഴത്തോട്ടുള്ള വ്യൂ ഒക്കെ കണ്ട 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 വ്യൂ കണ്ട. ഇവിടെ തന്നെ നിരവധി സംഭവങ്ങൾ കണ്ട് ആസ്വദിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാർ സ്വദേശികളെ ഇത് ചെയ്ത് അതാണ് ഫാൻറ്റം റോക്ക്. കണ്ട ഇവിടെ നമ്മുടെ സർക്കാർ സ്വദേശീയരെ ഇത് ചെയ്യിക്കത്തില്ല എന്നൊക്കെ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ അവിടെ നിന്ന് കാറ് കണ്ടില്ലേ. ഇതടുത്ത കൂടെ ഇതിനകത്ത് ഞാൻ വന്ന് ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു മീനുമില്ല, അപ്പുറത്തേലുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേപോലെയാണ്. കണ്ടോ, ഇതേപോലെ ഒരു കമ്പി വേലി ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങോട്ട് ഇതെടുക്കുമോ? അതായത് നിങ്ങൾ ഇതേപോലെ സുരക്ഷിതമായിട്ടൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരാളും അങ്ങോട്ട് ഇറങ്ങുമോ? ഇല്ല. അപ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ട് എല്ലാവർക്കും നിൽക്കുക. അത് നിങ്ങൾക്ക് പോകേണ്ട റൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് സഞ്ചു അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക സ്ഥലത്ത് നിങ്ങൾക്ക് പോകാനുള്ള സുരക്ഷിതമായി ഇതേപോലെ രണ്ട് സൈഡിലും കമ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ നടക്കില്ല ആൾക്കാർ. ഇന്ന സ്ഥലത്ത് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഇന്ന് ആ വ്യൂ പോയിൻ്റ് കാണാം, ആസ്വദിക്കാം, മൊബൈലിൽ ഫോട്ടോ എടുക്കാം, ഒക്കെ ചെയ്യാം. ഇതിൻ്റെ അപ്പുറത്തെ കുറച്ച് ചാടി ഇറങ്ങും ഇല്ല, ഇതേ കമ്പി വലിയ ഇട്ടേക്കണുണ്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളത് എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വരുമാനവും ആവും. ഒരാൾ ആ സുരക്ഷിത മേഖലയുടെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകത്തുമില്ല. റിസ്ക് എടുത്ത് ആരെങ്കിലും മേലിൽ സ്വന്തം ശരീരം മുറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമോ? ഇല്ല. ഇത് വേണ്ട, കമ്പി വലിക്കുമ്പോൾ മുള്ളു കമ്പി ഇട്ടേക്കണുണ്ടോ. ഇത് നമുക്ക് കൊണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുടെ മേല് കീറും. ഇതേപോലെ നിങ്ങൾ ചെയ്തോ, ആരും ഒരു കുറ്റവും പറയുന്നില്ലല്ലോ. ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ ഞാൻ ഇതിനകത്തോട്ട് കയറി വന്ന് ഒന്ന് കയ്യോ കാലോ തെറ്റിട്ട് ഇവിടെ ഒന്ന് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ പറയും എന്താണ് സ്ഥലത്ത് അതിക്രമിച്ച് കയറി നിങ്ങളുടെ പേരിൽ കേസ്. വീണേൻ്റെ കയ്യും കാലം ഒടിഞ്ഞു അതിന് ഹോസ്പിറ്റൽ ചിലവ് ഞാൻ വേറെ കൊടുക്കണം. അത് കഴിഞ്ഞ് അത് ചികിത്സിച്ച് രക്ഷപ്പെട്ട് റിക്കവറി ആയിട്ട് വന്നു കഴിയുമ്പോൾ അടുത്തത് ഈ കേസ്. ഇനി ഇത് കേസാണ് തന്നെ ഒരു 10 വർഷം. എങ്ങനെ ഉണ്ടാവും? ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വീഴത്തുമില്ല, സുരക്ഷിതമായിട്ട് പോയിട്ട് വരാനും ഒക്കെ പറ്റും. വ്യൂ പോയിൻ്റ് ഉണ്ടോ? ആ വ്യൂ പോയിൻ്റ് ഉണ്ടോ? വ്യൂ പോയിൻ്റ് നോക്കി ഉണ്ടോ?
കണ്ട അതെ ഞാൻ പറഞ്ഞത് ദേ ഇവിടെയാണ്. നോക്ക് ഇതേ ഇത് കണ്ട. ഇപ്പം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഒരു കുറ്റി കമ്പി വേലി അടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് അവിടെ എവിടെയെന്ന് വെച്ചൊരു കമ്പി വേലി അടിച്ചിട്ട് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടിരിക്കും. ഇപ്പോൾ അതെ ഇവിടെ വന്നിരുന്നു, ഇവിടെ നിന്ന് ഒന്ന് കാല് കയറ്റി വീണോ താഴത്തേക്ക് അവിടെ ചെല്ലുമോ? ചെല്ലില്ലേ? അത് തന്നെ ഞാനും പറഞ്ഞോളൂ. അത്രേ ഉള്ളു കാര്യം. എന്തേ ശരിയല്ലേ? അതേപോലെ കമ്പി വേലി അടിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോഴല്ലേ നമ്മളെ നാട്ടിലുള്ളവർ പോലും ഇങ്ങോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളിലെ പോലെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലൊക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ട്രിപ്പ് നടത്തും. സ്വന്തം നാട്ടിലുള്ളതൊന്നും കണ്ടു തീർത്തിട്ടുണ്ടാവില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.